സോ യോ ഗൈസ് 18 നമ്മൾ ആദ്യം ചെയ്യുന്ന സംഭവം എന്താണ്? യെസ്, ലൈസൻസ് എടുക്കണം. സോ ഞാൻ ലേണേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ മാസമാണ്. ഡേറ്റ് വരാൻ കുറേ ടൈം എടുത്തത്, ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു എന്തിനാണ് അപ്പോഴേ പഠിച്ചത്. അങ്ങനെ ചില്ല് ചെയ്തിരുന്ന് പെട്ടെന്നാണ് ഒരു ദിവസം ബോധോദയം ഉണ്ടായത്. ഇനി ഒരാഴ്ച പോലും ഇല്ല. സോ ബുക്കൊക്കെ എടുത്ത് ആര് പഠിക്കാനാ? ഞാൻ നേരെ പരിവാഹൻ സേവ എടുത്തു. ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു പേജ് കാണാൻ പറ്റും. അതിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം, ഏത് സ്റ്റേറ്റ് ആണോ എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സോ കേരള എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് കാണാം. അവിടെ മോക്ക് ടെസ്റ്റ് ഫോർ LL, എന്നിട്ട് പേര്, ഡേറ്റ്, സെലക്ട് ലാംഗ്വേജ് ആൻഡ് സെലക്ട് സ്റ്റേറ്റ്. ഞാനിവിടെ മലയാളമാണ് എടുക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇതാ: സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയിരിക്കും. ഓപ്ഷൻ A, ഹോൺ മുഴക്കി വരുന്ന വേഗതയിൽ പോവുക. ഓപ്ഷൻ B, കുട്ടികൾ ആ ഭാഗത്ത് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വളരെ കരുതലോടെ വേഗത ഉറച്ചു പോവുക. ഓപ്ഷൻ C, പ്രത്യേക ശ്രദ്ധ ആവശ്യമില്ല. ഓപ്ഷൻ B ലോക്ക് ചെയ്യാവുന്നതാണ്. യെസ്, ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം: ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് അല്ല. ഹോണ് മുഴക്കരുത്, നിർബന്ധമായും ഹോണ് മുഴക്കുക. ഹോണ് തുടർച്ചയായി മുഴക്കണം. ഓപ്ഷൻ A, ഹോണ് മുഴക്കരുത്. ചോദ്യം 3: ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത്? വലത്തുവശത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. യെസ് അല്ലേ? ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ത്? ഇത് കണ്ടിട്ട് ഒരാൾ കാറിന്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട് അല്ലേ സംഭവം? കണ്ടിട്ട് കത്തുന്നില്ല. ഓപ്ഷൻ A, മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കാറുകളും മോട്ടോർ സൈക്കിളും നിരോധിച്ചിരിക്കുന്നു. കാറും മോട്ടോർ സൈക്കിളും അനുവദിച്ചിരിക്കുന്നു. അപ്പം അതും മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഓപ്ഷൻ B is the right answer. ചോദ്യം നമ്പർ 5: മലമ്പാതകളിൽ മോട്ടോർ കാർ ഓടിക്കുവാൻ പരമാവധി വേഗത. ഓപ്ഷൻ A 45 കിലോമീറ്റർ. ഓപ്ഷൻ B 30 കിലോമീറ്റർ. ഓപ്ഷൻ C 20 കിലോമീറ്റർ. ചെറുതായിട്ട് 45 കിലോമീറ്റർ. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ A, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ B, ഇരുവശത്തും പാർക്ക് ചെയ്യാം. ഓപ്ഷൻ C, പോലീസ് എയ്ഡ് പോസ്റ്റ്. ഓപ്ഷൻ B ലോക്ക് ചെയ്യാം, ഇരുവശത്തും പാർക്ക് ചെയ്യാം. ഇനി ചോദ്യം നമ്പർ 7: ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ A, ഇടത്തോട്ട് തിരിഞ്ഞു പോവുക. ഓപ്ഷൻ B, വലത്തോട്ട് തിരിഞ്ഞു പോവുക. ഓപ്ഷൻ C, മുൻപിൽ ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട്. ഓപ്ഷൻ C ലോക്ക് ചെയ്യാം. ചോദ്യം നമ്പർ 8: നഗരാതിർത്തിക്കുള്ളിൽ ഹെവി മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗത 45 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ A 40 കിലോമീറ്റർ. ഓപ്ഷൻ B 45 കിലോമീറ്റർ. ഓപ്ഷൻ C 60 കിലോമീറ്റർ. ഞാൻ 45 കൊടുക്കുകയാണ്. 40 കിലോമീറ്റർ ആയിരുന്നു. ചോദ്യം നമ്പർ 9: യു ടേൺ തിരിയുമ്പോൾ നൽകേണ്ട സിഗ്നൽ. ഓപ്ഷൻ A, ഇടതുവശത്തേക്ക് തിരിയുന്നതിനുള്ളത്. ഓപ്ഷൻ B, വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ളത്. ഓപ്ഷൻ C, വേഗത കുറയ്ക്കാനുള്ളത്. അത് ഐ തിങ്ക് ഇറ്റ്സ് ഓപ്ഷൻ C. ചോദ്യം നമ്പർ 10: മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോൾ? ഓപ്ഷൻ A, ആ വാഹനം വലത്തേക്ക് തിരിയുവാനുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗം വരെ എത്തുമ്പോൾ. ഓപ്ഷൻ B, ഇടതുവശത്ത് കൂടി കടന്നു പോകുവാൻ സ്ഥലമുണ്ടെങ്കിൽ. ഓപ്ഷൻ C, മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് ഓടിക്കുമ്പോൾ. ഓപ്ഷൻ A ലോക്ക് ചെയ്യാം. യെസ്. സോ അത്രേ ഉള്ളൂ ഗായ്സ് ചോദ്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു സൂൺ.